കാര്യത്തിൽ ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല, ഇന്ന വികസനം നടത്തിയില്ലെന്നോ അല്ലെങ്കിൽ നടത്തിയത് കുറഞ്ഞു പോയെന്നോ ഒന്നുമില്ല. വികസനങ്ങൾ നടത്തിയ, പക്ഷേ വികസനം അത് ഏത് ക്ഷേമ പെൻഷനാകട്ടെ അതൊക്കെ കൃത്യമായി അങ്ങ് നടത്തിയ ഒരു എക്സിക്യൂട്ടീവ് രീതിയിലേക്ക് പോയതിനപ്പുറത്തേക്ക് അത് ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ പൂർണ്ണമായി കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ മുഖം കൊടുക്കുവാൻ, ഈ വികസനത്തിലൊക്കെ ഒരു ജനകീയ മുഖം കൊടുക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം അതിനകത്ത് ഈ ചർച്ചയിനകത്ത് വരികയുണ്ടായി. അതോടൊപ്പം തന്നെ പലരും സംസാരിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഒരു വിഷയം, എല്ലാ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മിക്കവാറുമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ CPM-ന്റെ അണികളുടെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇവിടെ ചർച്ചയിൽ ഇവിടെ വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം ഉള്ളത്, അപ്പോൾ ഒരു ജനകീയ മുഖത്തിൻ്റെ കാര്യമുണ്ട്, അതുപോലെ CPM-ന്റെ ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിലുണ്ട്, വികസനം താഴെത്തട്ടിൽ തന്നെ ചെന്ന് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കാര്യത്തിലുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ ഒരു കുറച്ച് ഒരു അകന്നുപോയി അവരുടെ ഒരു എന്താണ് ആ ഒരു യോജിപ്പ് മറുവശത്ത് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു ക്യാമ്പയിൻ ഇതിനു മുമ്പ് എന്താണ് ഒരു 6-8 മാസക്കാലമായി മീഡിയയിൽ കൂടെ ഒരു ചർച്ച, ഒരു നരേറ്റീവ് കൊണ്ടുവന്നു. അതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. RSSഉം LDFുമായി ഡീൽ നടത്തുന്നു എന്ന് പറഞ്ഞ് അത് ബോധപൂർവമായിട്ടുള്ള ഒരു നരേറ്റീവ് ഇന്ന് മീഡിയക്കകത്തൂടെ കൊണ്ടുവന്നു എന്ന് ഞാൻ കരുതുന്നു എന്നുള്ളൊരു ചർച്ചയാണ് ഈ യോഗങ്ങളിലൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ചില ന്യൂനപക്ഷങ്ങൾ LDFന് പണ്ട് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷങ്ങൾ അത് അകന്നുപോയി. പക്ഷേ ആ ഒരു ക്യാമ്പയിൻ, ഒരു നരേറ്റീവ് ബോധപൂർവം ചില മേഖലകളിൽ സൃഷ്ടിച്ചു, UDF സൃഷ്ടിച്ചു, ചില മീഡിയ അതിന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇപ്പോൾ മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, നമുക്ക് പലപ്പോഴും എപ്പോഴും ചില പരിഹാസങ്ങളും അല്ലെങ്കിൽ വെല്ലുവിളികളുമൊക്കെ അപ്പുറത്തെ വശത്തു നിന്ന് PJ ജോസഫ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നൊക്കെ പലതും വരാറുണ്ട്. എന്താണ് അവർ 7 സീറ്റിൽ വിജയിച്ചു, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. ഇവിടെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഇത് സാധാരണ രീതിയിൽ വോട്ട് ഷെയർ ആണല്ലോ അവർ സാധാരണ പോകുന്നത്. 2021 6,84,363 വോട്ടാണ് കേരള കോൺഗ്രസിന് MN ലഭിച്ചത്. അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ലഭിച്ചത് 5,54,115 വോട്ടാണ്. അവിടെയും കേരള കോൺഗ്രസ് മുന്നിലാണ്. 2026 കേരള കോൺഗ്രസിന് ലഭിച്ച ടോട്ടൽ വോട്ട് 5,61,157 അതേസമയത്ത് കേരള കോൺഗ്രസ് ജോസഫിന് ലഭിച്ച് 5,25,323 വോട്ടാണ്. പൂർണ്ണമായും നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആ വോട്ട് ഷെയർ അല്ലെങ്കിൽ വോട്ട് എന്ന് പറയുന്നത് ജോസഫ് ഗ്രൂപ്പിനേക്കാൾ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഒരു ജനറലായിട്ട് ഞങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിജയിച്ച ആളുകൾ, അത് പൊതുവെ ഏതെങ്കിലും അസ്മത് പൊതുവെ അതൊരു കുറ്റകരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷം വേണമല്ലോ. വോട്ടർമാരുടെ വോട്ട് ചെയ്ത് 100 പേരാണെങ്കിൽ 51 പേര് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ ഭൂരിപക്ഷം കിട്ടുന്നത്. ബഹുഭൂരിപക്ഷം MLA-മാരെ വിജയിച്ചിരിക്കുന്നവർ ന്യൂനപക്ഷമാണ്. കാരണം നമ്മൾ വോട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ ആ വോട്ടുകൾക്കാളേക്കാൾ കൂടുതൽ അപ്പുറത്തെ വശത്ത് അവിടെ ഒന്നെങ്കിൽ അത് ഇടതുപക്ഷമോ NDA-യുടെ വോട്ടുകൾ നോക്കുമ്പോൾ ഇപ്പോൾ 1 ലക്ഷമാണെന്നുണ്ടെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് പൂർണ്ണമായും ഒരു ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞാൽ 50% താഴെ നിൽക്കുന്നത്. അത് പാല ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങൾ, അത് കാഞ്ഞിരപ്പള്ളിയോ പൂഞ്ഞാറോ ഏതെടുത്ത് നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലത്തിൽ വിജയിച്ച MLA-മാർക്ക് പോൾ ചെയ്ത വോട്ടിൻ്റെ 50% കൂടുമ്പോഴാണല്ലോ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്
ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്? അതിനകത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മളിവിടെ കേരള സംസ്ഥാനത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ എടുക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ എടുക്കുമ്പോൾ സീറ്റുകൾ ചെറിയ ഭൂരിപക്ഷത്തിനാണ് അല്ലെങ്കിൽ നമ്മൾ മാർജിനാണ് പരാജയപ്പെട്ടത്. അത് പാലാ എടുത്താലും റാന്നി എടുത്താലും കാഞ്ഞിരപ്പള്ളി എടുത്താലും പൂഞ്ഞാർ എടുത്താലും അത് ചങ്ങനാശ്ശേരി എടുത്താലും അത് 10,000 വോട്ടിന് താഴെ ഉള്ള, ചങ്ങനാശ്ശേരി 8,000 ആണെങ്കിൽ, പൂഞ്ഞാർ 6,000 ആണെങ്കിൽ, കാഞ്ഞിരപ്പള്ളി 5,000 ആണെങ്കിൽ, റാന്നി 4,000 സംതിങ് ആണെങ്കിൽ, പാലായി 2,900 ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളൊരു ക്ലോസ് ഫിനിഷ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ കൂടുതലുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ അണികൾ എല്ലാം കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ ഒഴുക്കിൽ നമ്മൾ പെട്ടുപോയി എന്നുള്ളത് വളരെ ശരിയാണ്. അപ്പോൾ നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇനിയുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കറിയാം, വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് കൂടുതൽ കരുത്തും കൂടുതൽ മധുരവും ഉള്ളത്. തീർച്ചയായും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം തീർച്ചയായും കേരള കോൺഗ്രസിന് മുന്നുണ്ട്. അത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടു. അതാണ് പ്രധാനമായും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും ഈ സംഘടനാപരമായ ചർച്ചകളും താഴെത്തട്ടിൽ കടന്നതിന് ശേഷം വീണ്ടും ഇരിക്കുന്നതാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നമുക്കറിയാം. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. അത് ഈ പറഞ്ഞ അവലോകന യോഗത്തിന് ശേഷം മെമ്പർഷിപ്പ് ക്യാമ്പ് സംസ്ഥാന തലത്തിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. ഈ പാർട്ടികളിൽ നിന്നും നമ്മൾ അകന്നുപോയ അടിസ്ഥാന വിഭാഗങ്ങളുണ്ട്. അവരെ ഒക്കെ നമ്മൾ ഒന്നുകൂടെ ചിലപ്പോൾ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് യോജിപ്പിച്ച് നിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ, ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോഴുള്ള നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ ഓരോ ജില്ലകളിലും 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർക്ക് ചാർജ് കൊടുത്തുകൊണ്ട് ആ യോഗങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയി അതിൻ്റെ റിപ്പോർട്ട് ആയിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഇത് താഴെത്തട്ടിൽ പോയി പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ അത് കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ജനറലായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതിനകത്ത് ഏതൊക്കെ പ്രദേശത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് അത് കൃത്യമാണല്ലോ. മലബാർ മേഖല നമ്മൾ കണ്ടല്ലോ. നമ്മൾ അതിനകത്ത് ഒളിച്ചു വെക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? അല്ലല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് താഴെത്തട്ടിൽ ജില്ലയുടെയും നിയമസഭാ മണ്ഡലത്തിൻ്റെയും കൂടിക്കഴിയുമ്പോഴേ ഉള്ളൂ. ഇത് ജനറലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനീ പറഞ്ഞത്. കൂടിക്കഴിയുമ്പോൾ നമുക്കറിയാൻ കഴിയൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബോധപൂർവമല്ല. പക്ഷേ എന്തെങ്കിലും ഒരു തരത്തിലൊരു കറക്ഷൻ ഈ ഇടതുപക്ഷം നടത്തേണ്ടതുണ്ട് ചെന്ന് അണികൾക്ക് തോന്നിക്കൊണ്ടായിരിക്കാം. അല്ലെ, പ്രചാരണങ്ങൾ പലതരത്തിൽ നടന്നു. ആ പ്രചാരണങ്ങൾ നടത്തുന്നത് സോഷ്യൽ മീഡിയ നടത്തിയത് പലതും എനിക്കെതിരെ എത്രയോ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ താങ്കൾ കണ്ടു കാണും. എത്രയോ ഉണ്ട്. അപ്പോൾ ആ പ്രചാരണങ്ങൾ ചില പ്രചാരണങ്ങൾ വിജയിച്ചു കാണും. ആ ചില പ്രചാരണങ്ങൾ അവരുദ്ദേശിച്ച രീതിയിൽ എത്തിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞു RSSും ഇവിടെയുള്ള CPMുമായി ബന്ധപ്പെട്ട ഡീല് നടത്തി എന്നുള്ള പ്രചരണം നടത്തി. അതൊരു തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അത് വ്യക്തമായ വ്യാജമായ ഒരു നരേറ്റീവ് കൊണ്ടുവന്നതല്ലേ. പാർട്ടിയുടെ സീനിയർ നേതാവായ ഇത് പ്രതികരിച്ചു, പാർട്ടിക്കെതിരെ പ്രതികരിച്ചു. അപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും എന്ന കോമ്പിനേഷൻ മാറിയിരുന്നെങ്കിൽ പല കോമ്പിനേഷൻ പല ആൾക്കാരും പല രീതിയിൽ പറയും ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. ആ കോമ്പിനേഷനൊക്കെ അവരുടെ പാർട്ടികൾ ഇരുന്ന് ചർച്ച ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റും. മുന്നണി മാറ്റത്തിനെ പറ്റി ചർച്ച ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അധ്യായം ഞങ്ങൾ തുറന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുന്നണി എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു മുന്നണി മാറിയാൽ ചിലപ്പോൾ അത് ബെറ്റർ ആയതായിരിക്കാം. പക്ഷേ അങ്ങനെ മുന്നണി മാറാൻ കേരള കോൺഗ്രസിന് അങ്ങനെ മുന്നണി മാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ.
ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും പല രീതിയിലും പല മേഖലകളിലും പല അഭിപ്രായങ്ങൾ വന്നു കാണും. ചില അഭിപ്രായങ്ങൾ ചിലപ്പോൾ മുന്നണിയെ ബാധിച്ചു കാണും, ചില അഭിപ്രായങ്ങൾ പാർട്ടിയെ ബാധിച്ചു കാണും, ചിലപ്പോൾ ബാധിച്ചില്ലായിരിക്കാം. അതൊക്കെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ഈ കേരള കോൺഗ്രസിന് തദ്ദേശത്തിലും ലോക്സഭയിലും തിരിച്ചടി ഉണ്ടായപ്പോൾ താഴെത്തട്ടിലെ അണികളുടെ വികാരം എന്താണെന്ന്, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത്? ലോക്സഭയിലുള്ള ഒരു തിരിച്ചടി ഞാൻ അന്ന് നമ്മെ സൂചിപ്പിച്ചു. അതിനകത്ത് കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയിൽ അവർ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ അവർക്കുണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നു. അതനുസരിച്ചാണ് UDFനുള്ളത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ തീർച്ചയായും കോട്ടയം ജില്ലയിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര മോശമായിട്ട് പോയിട്ടില്ല. നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്ത് ഒരാൾ മാത്രമാണ് കുറഞ്ഞു പോയത്. ബാക്കിയെല്ലാം കേരള കോൺഗ്രസ് തന്നെ സംബന്ധിച്ചോളം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് ഏത് തരത്തിലാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായത്? ഏത് തരത്തിലാണ്? അതാണ് ഇനി പരിശോധിക്കേണ്ടത്. വികസനവുമായി ബന്ധപ്പെട്ട് ഒരു വികാരം ഉണ്ടായോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വികസനം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ വികസനം ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റാതെ പോയതാണോ, അല്ലെങ്കിൽ ഒരു ജനകീയ മുഖം കൊടുക്കാൻ പറ്റാതെ പോയതാണോ? ഇതൊക്കെ ചർച്ച ചെയ്ത് അത് ഞാൻ പറഞ്ഞല്ലോ, പല അഭിപ്രായങ്ങൾ വരും. അതൊക്കെ താഴെത്തട്ടിൽ പോയി അത് പരിശോധിച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റും. അത് ഇപ്പോൾ എന്നാ ചോദിച്ചാൽ എത്രയോ കാര്യം, ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി നടത്തി, അത് താഴെത്തന്നെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാര്യത്തിനാണ്, ഇങ്ങനെയാണ്, ഇന്ന വ്യക്തികൾക്കാണ്, അവരെ സമീപിച്ച് നിങ്ങൾക്കൊരു ഇങ്ങനെയുള്ള ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് എന്ന് LDF പോയി മുൻകൂട്ടി പറയൂ, അല്ലെങ്കിൽ അതിന് ശേഷം പറഞ്ഞ് അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഒരു തോന്നണമല്ലോ. ഇത് ഇടതുപക്ഷം കൊണ്ടുവന്ന് തന്നതാണ്, അവരുടെ വീട്ടുമുറ്റത്തേക്ക് ആ കുടുംബത്തിലേക്ക് കിട്ടിയ ഒരു ഒരു ആനുകൂല്യമാണ് എന്നുള്ളൊരു തോന്നൽ തണ്ടേ. ഇതേതെങ്കിലും ഉദ്യോഗസ്ഥർ കൊണ്ട് കൊടുക്കുന്നതാണല്ലോ.